ഹലോ ഫ്രണ്ട്സ്, ഞാൻ സൈദ. എൻ്റെ ഡ്രീം വേൾഡ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നത് ഒരു സെയിൽ വീഡിയോ ആയിട്ടല്ല കേട്ടോ. ഞാൻ 2 ദിവസം മുന്നേ ഒരു സെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല റെസ്പോൺസാണ് കേട്ടോ അതിന് കിട്ടിയത്. പലരും പ്ലാൻസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ ചിലരൊക്കെ എന്നോട് ചോദിച്ചൊരു കാര്യമാണ്, നിങ്ങൾ വീട് മാറിയ കാര്യമൊക്കെ പറഞ്ഞല്ലോ, എന്നിട്ട് എന്താണ് വീടിനെ പറ്റിയൊരു വീഡിയോ ചെയ്യാഞ്ഞതെന്ന്. അപ്പോൾ അതിൽ ചിലർക്കൊരു സംശയം, വാടക വീടായതുകൊണ്ടാണോ ചെയ്യാത്തതെന്ന്. അപ്പോൾ അതുകൊണ്ടൊന്നുമല്ല. ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് ബാലൻസ് വന്ന പ്ലാൻസൊക്കെ ഉണ്ട്. അപ്പോൾ വീട് മാറുന്ന ആ ചുറ്റുപാട്, ആ തിരക്കൊക്കെ കഴിഞ്ഞപ്പം എനിക്ക് ആ പ്ലാൻസിൻ്റെയൊക്കെ ടെൻഷനായിരുന്നു, അതൊക്കെ സെയിൽ ചെയ്യണ്ടേന്നുള്ള. അതുകൊണ്ട് ഫസ്റ്റ് തന്നെ ഒരു സെയിൽ വീഡിയോ ഇടാമെന്ന് കരുതി, അത്രയേ ഉള്ളൂ. അപ്പം അല്ലാതെ വാടക വീടായതുകൊണ്ടൊന്നുമല്ല ഞാൻ വീട് കാണിക്കുന്ന വീഡിയോ ഒന്നും ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ തരുന്നവർ നമ്മളോടൊരു അഭിപ്രായം പറയുമ്പോൾ നമ്മൾ ആ വീഡിയോ ചെയ്യണ്ടേ? നമുക്ക് കഴിയുന്ന വീഡിയോ ആണെങ്കിൽ ചെയ്യണം അല്ലേ? അപ്പോൾ അതിൻ്റെ പേരിലാണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീടൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചത്. പിന്നെയെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഒരു മാസത്തോളമായി വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ പ്ലാൻസൊന്നും അങ്ങനെ ഓർഡർ ആവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. എന്നാലും മിക്ക പ്ലാൻസും ഓർഡർ ആയിട്ടുണ്ട്. പിന്നെ ആദ്യത്തെ വീടിൻ്റെ അത്രയുള്ളൊരു സെറ്റപ്പൊന്നും ഇവിടെ പ്ലാൻസ് വെക്കാനില്ല. എന്നാലും എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഗാർഡൻ്റെ ഒരു ബോർഡ് വെച്ചതാണ്. പിന്നെയെന്ന് വെച്ചാൽ ഇതാണ് എൻ്റെ വീടിൻ്റെ ഒരു ഔട്ട്ലുക്ക് വരുന്നത് കേട്ടോ. അത്യാവശ്യം സൗകര്യമുള്ള ഒരു വീട് തന്നെയാണ്. പിന്നെ വെയിലും പ്ലാന്റ്സ് വെക്കാനുള്ള വെയിലും ഒക്കെ നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് പേരാണ് എന്നോട് ഈ അഭിപ്രായം പറഞ്ഞത്. 10 പേര് പറഞ്ഞാലും എനിക്ക് അതൊരു 10,000 പേര് പറയുന്ന പോലെയാണ് കേട്ടോ തോന്നിയത്. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ വീഡിയോ ഒന്ന് സ്പീഡിലാണ് കൊണ്ടുപോകുന്നത്. കാരണം ഒരുപാട് ലെങ്ത്തായി കഴിഞ്ഞാൽ അത് കാണുന്നവർക്കും ഒരു ബുദ്ധിമുട്ടല്ലേ. അപ്പം അതുകൊണ്ട് ഒന്ന് സ്പീഡിലാണ് കേട്ടോ വീടൊക്കെ ഒന്ന് ചുറ്റി കാണിക്കുന്നത്. അപ്പം നമുക്കെന്തായാലും എൻ്റെ വീടൊക്കെ ഒന്ന് കാണാം അല്ലേ. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ബോർഡ് വെച്ചതിന് ശേഷമാണ് കേട്ടോ എല്ലാവർക്കും ഇതൊരു ഗാർഡനാണെന്ന് തോന്നിയത്. ആദ്യം എല്ലാവരും വിചാരിച്ചത് കുറേ ചെടിയുള്ള ഒരു വീട് എന്നാണ്. ഇവിടെ ആർക്കും അങ്ങനെ പരിചയമൊന്നുമില്ലല്ലോ. പിന്നെ ഇത് ബോർഡ് വെച്ചതിൻ്റെ ശേഷമാണ് ഇതൊരു നഴ്സറി ആണെന്ന് എല്ലാവർക്കും മനസ്സിലായത്. അപ്പോൾ എന്തായാലും നമുക്ക് വീടൊക്കെ ഒന്ന് കാണാം അല്ലേ. വീടെന്ന് പറയുന്നത് ഇത് ചെറിയൊരു സിറ്റ് ഔട്ടാണ് കേട്ടോ. നമ്മൾ കയറുന്നിടത്ത് തന്നെ ചെറിയൊരു സിറ്റ് ഔട്ടാണ്. അതിൻ്റെ സൈഡിലൊക്കെ ഞാൻ കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കയറി ചെല്ലുമ്പോൾ ഒരു ഗസ്റ്റ് റൂമാണ്, ചെറിയൊരു ഗസ്റ്റ് റൂം. പിന്നെ അവിടെ ഒരു ടീപ്പോയി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ, അത്രയേ ഉള്ളൂ ഇവിടുത്തെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നമ്മൾ കയറി ചെല്ലുന്നത് നമ്മുടെ എന്താ പറയുക ഡൈനിങ് ഹാളിലേക്കാണ്. അവിടെ ഒരു ടേബിളുണ്ട്. പിന്നെ TV വെച്ചിട്ടുണ്ട്, ഒരു ഫാന്, ഒരു ടേബിൾ ഫാന്. ഇതൊക്കെയാണ് ഇവിടുത്തെ സെറ്റപ്പ് എന്ന് പറയുന്നത്. അത്യാവശ്യം സൗകര്യമുള്ള ഹാളൊക്കെയാണ് കേട്ടോ. പിന്നെ ആ സൈഡിലേക്കാണ് ബാത്റൂം വരുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ള ഹാള് തന്നെയാണ്. പിന്നെ 2 ബെഡ്റൂം ഉണ്ട് കേട്ടോ. 2 ബെഡ്റൂമും അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. റാക്കൊക്കെ ആയിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ നല്ല സൗകര്യം തന്നെയാണ്. ഇതിൻ്റെ ഇടയിലാണ് സ്റ്റെയർ വരുന്നത്. ഓപ്പൺ ടെറസാണ്. അത് നമുക്ക് പിന്നീട് പോയിട്ട് കാണാം. ഇപ്പോൾ ഇതേ ബെഡ്റൂം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് കേട്ടോ. നമ്മൾ ബെഡും പിന്നെ അളമാരിയൊക്കെ വെച്ചിട്ടും നമുക്ക് അത്യാവശ്യം പെരുമാറാനുള്ള നല്ല സൗകര്യമുള്ള ഒരു റൂം തന്നെയാണ്. ഇവിടേക്ക് ഈ സൈഡിലേക്ക് നമുക്ക് അളമാരിയൊക്കെ ഇങ്ങനെ കാണാത്ത രീതിയിൽ വെക്കാൻ പറ്റുന്നൊരു സൗകര്യമുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ബെഡ്റൂം. അത്യാവശ്യം നല്ല സൈസുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് കേട്ടോ. പിന്നെയെന്ന് പറയുന്നത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അടുത്ത ബെഡ്റൂം വരുന്നത്. ഇപ്പുറത്തേക്ക് വരുന്നിടത്ത് ഇതെന്ന് പറഞ്ഞാൽ ഇതും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ റാക്കുകളൊക്കെ നന്നായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാലും നല്ല എന്താ പറയുക നല്ല അഡ്ജസ്റ്റ് ചെയ്ത് നല്ല വൃത്തിയിൽ വെക്കാൻ പറ്റുന്ന ഒരു ബെഡ്റൂം തന്നെയാണ് കേട്ടോ. ഈ 2 ബെഡ്റൂം മാത്രമാണ് ഈ വീട്ടിലുള്ളത്. ഇതേപോലെ റാക്കുകളൊക്കെ ഒരുപാട് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നത് ഡൈനിങ് ഹാളിലേക്ക് തന്നെയാണ്. അത്യാവശ്യം സൈസുള്ള ഡൈനിങ് ഹാൾ തന്നെയാണ് കേട്ടോ. സാധനങ്ങളൊക്കെ കുറവാണ്. പിന്നെ ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് സ്റ്റെയറാണ്. നമുക്ക് പിന്നീട് പോവാം. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്നത് അടുക്കളയാണ് കേട്ടോ. നമ്മൾ ഗ്യാസൊക്കെ വെച്ച് മറ്റുള്ള സാധനങ്ങളൊക്കെ വെക്കുന്ന അടുക്കള വേറെ ആയിട്ട് തന്നെ വലിയൊരു അടുപ്പൊക്കെ ഉള്ള അടുക്കളയുണ്ട്. ഇവിടെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഇവിടേക്ക് ഒതുങ്ങാനുള്ള സാധനങ്ങൾ ഇനി എനിക്കുള്ളൂ. അപ്പം ഇവിടെ തന്നെയാണ് ഗ്യാസൊക്കെ വെച്ചിരിക്കുന്നത്. പിന്നെ പുറത്തേക്ക് ഇറങ്ങുന്ന അടുക്കളയിൽ വലിയ നല്ല അടുപ്പും അമ്മിത്തണയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല സൗകര്യമുള്ളതാണ്. ഇതാണ്. പക്ഷേ ഇവിടേക്ക് അധികം സാധനങ്ങളൊന്നും വെച്ചിട്ടില്ല. എല്ലാം ഇവിടെ തന്നെ ഒതുക്കിയിരിക്കുകയാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള അടുക്കള തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ മേലെ പൂച്ചയും 3 പൂച്ചക്കുട്ടികളും ഉണ്ട് കേട്ടോ. ആണോ, ഞങ്ങൾ വരുന്ന സമയത്ത് തന്നെ ഇവിടെ അത് പ്രസവിച്ച് കിടക്കുന്നുണ്ട്. 2 പേരെ ഇപ്പോൾ കാണാനുണ്ട്. പിന്നെ ഈ ഒരു അലമാരി വെച്ചിട്ടുണ്ട് ഇവിടെ.
അത് കേട് വന്നതാണ് കേട്ടോ. പിന്നെ അത് അമ്മിത്തണ, പണ്ടത്തെ സൈസ് ഇതുള്ള അമ്മിത്തണയാണ്. ഒക്കെ നിന്ന് അരയ്ക്കാനുള്ള കയറി നിൽക്കാനുള്ള സ്റ്റെപ്പൊക്കെ ഉണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഇതാ ഇവിടെ അടുപ്പ്. എനിക്ക് ഈ വീട്ടിൽ വന്നപ്പോൾ ആദ്യം തന്നെ ഇഷ്ടപ്പെട്ടത് ഈ അടുപ്പാണ് കേട്ടോ. കാരണം നിന്നിടത്തൊക്കെ പുകയില്ലാത്ത അടുപ്പായിരുന്നു. അപ്പോൾ അതങ്ങനെ ഉപയോഗിക്കാറില്ല, അതിന് പറ്റിയ വിറകില്ലാത്തതുകൊണ്ട്. ഇതിപ്പോൾ നമ്മൾ സാധാരണ പഴയ വീടുകളിലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു അടുപ്പാണ് കേട്ടോ. എന്ത് വിറകും ഉപയോഗിച്ച് നമുക്ക് കത്തിക്കാൻ പറ്റിയ. അപ്പം ഇപ്പോൾ ഒരുവിധം കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഇതാണിപ്പോൾ ആ കുറച്ചൊരു കേട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവച്ചതാണ്. പഴയ അളമാരിയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വെക്കാനുള്ള ഒരു സൗകര്യം ഈ അടുക്കളയിലുണ്ട് കേട്ടോ. മഴ കൊള്ളാതെ നമുക്ക് അവിടെ വെക്കുകയും ചെയ്യാം. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ അടുക്കളയിൽ നല്ല തണുപ്പാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ പുറത്തൊക്കെ ഒരുപാട് മരങ്ങളും തെങ്ങും കവുങ്ങും വാഴയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു കൂളിംഗ് എന്തായാലും കിട്ടും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പുറത്തേക്ക് ഒന്ന് പോയി നോക്കാം അല്ലേ. അപ്പോൾ എന്ന് വെച്ചാൽ അപ്പുറത്ത് ഒരു വയലൊക്കെ ഉള്ളതുകൊണ്ട് നല്ല കാറ്റാണ് കേട്ടോ അങ്ങോട്ട് വരിക. നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു സുഖമാണ് നമുക്ക്. ഒരുപാട് മരങ്ങളുണ്ട്. പിന്നെ ഇവിടെ ഉള്ളതിൽ ഒരു മരമാണ് കേട്ടോ ഈ ഇരുമ്പൻ പുളി മരം. കണ്ടോ, ഇത് ഞങ്ങൾ വന്ന സമയത്ത് ഒരുപാട് പുളി ഉണ്ടായിരുന്നു കേട്ടോ അതിൽ. ഇപ്പോൾ കൊഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ കുറേ എടുത്ത് അച്ചാറൊക്കെ ഇട്ട് വെച്ചു. എന്നാലും പിന്നെയും പൂക്കൾ ഇടുന്നുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് ഒരു നൊസ്റ്റാൾജിയാണ്. എൻ്റെ ഒരു കുട്ടിക്കാലമാണ് കേട്ടോ എനിക്കിത് കാണുമ്പോൾ ഓർമ്മ വരുന്നത്. കാരണം നമ്മൾ ചെറുപ്പത്തിൽ കളിക്കാൻ പോകുന്ന എല്ലാ വീടുകളിലും ഉണ്ടാകുന്ന ഒരു മരമാണിത്. ഒരുപാട് കഴിച്ചിട്ടുണ്ട്, ചെറുതും വലുതും ഒക്കെ ആയിട്ട്. അന്നൊക്കെ വാരി വലിച്ച് കഴിക്കുകയും ചെയ്യും. നമുക്കൊന്ന് ഉപ്പൊക്കെ വാങ്ങി അടുത്ത വീട്ടിൽ നിന്നൊക്കെ വാങ്ങിയിട്ടൊക്കെ കഴിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കൊരു കുഴപ്പവും വന്നിട്ടില്ല. അങ്ങനെ ഉള്ള ആ കാലമൊക്കെ എനിക്കിത് കണ്ടപ്പം തന്നെ നല്ല ഒരു ഭയങ്കര എന്താ പറയുക നൊസ്റ്റാൾജിയ ഫീലിംഗ് ആണ് കേട്ടോ വന്നത്. നല്ല സന്തോഷമായി. ഇതും കണ്ണിമാങ്ങയൊക്കെ കഴിച്ച ആ കാലമൊക്കെ അങ്ങനെ ഓർമ്മ വന്നു. നിറയെ ഉണ്ടായിരുന്നു ഇതിൽ, കൊലകൊലയായിട്ട് ഉണ്ടായിരുന്നു. ഇപ്പം കുറേ കൊഴിഞ്ഞു പോയതാണ്. ഇനിയിപ്പോൾ ഒരുപാട് പൂക്കൾ ഇട്ട് വരുന്നുണ്ട്. ഇപ്പം ഇപ്പോഴൊന്നും ആരും ഇതിങ്ങനെ കഴിക്കാറില്ല. എന്നാലും നമ്മളെ എന്താ പറയുക കുട്ടിക്കാലമൊക്കെ ഓർമ്മ വരുന്ന നല്ലൊരു ഫീലിംഗ് ആണ് കേട്ടോ. എനിക്കിത് ഇവിടെ വീട് കാണാൻ വന്നപ്പം തന്നെ ഇത് കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. അപ്പോൾ പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് കവുങ്ങുകളും വാഴയും തെങ്ങും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ് അവിടെ. പിന്നെ നമുക്ക് സ്റ്റെയർ കയറിയിട്ട് ഒന്ന് മുകളിലേക്ക് പോയി നോക്കാം അല്ലേ. പിന്നെ മുകളിലാണ് നമ്മുടെ പൂച്ചക്കുട്ടികൾ ഉള്ളത് കേട്ടോ. നമ്മൾ അടുക്കളയിൽ നിന്ന് കണ്ടാൽ അവർ ആ ഭാഗത്തേക്കാണ് വരുന്നത്, പക്ഷെ കാണുമെന്ന് അറിയില്ല. പിന്നെ ഇവിടെയാണ് ഞങ്ങൾ ഫോട്ടോ ഒക്കെ വിളക്ക് കത്തിക്കുന്നൊക്കെ സെറ്റപ്പൊക്കെ ഇവിടെയാണ് കേട്ടോ ചെയ്തത്. ഒരു നല്ല ഒതുങ്ങിയൊരു സ്ഥലമാണെന്ന് തോന്നിയപ്പം ഇവിടെ വെച്ചതാണ്. പിന്നെ നമ്മൾ മുകളിലേക്ക് കയറി പോകുമ്പോൾ ഇവിടെ ഒരു 9 മണിയൊന്നും കഴിഞ്ഞാൽ പിന്നെ കയറാൻ കഴിയേയില്ല കേട്ടോ. രാവിലെ പിന്നെ ഒരു 5:30 ആവണം, വെയിലൊന്ന് താഴ്ന്നിട്ടേ നമുക്ക് ഇങ്ങോട്ട് വരാൻ കഴിയുള്ളൂ. അത്രയും പൊള്ളുന്ന മാതിരിയാണ്. എന്നാലും നല്ല കാറ്റുണ്ടാവും കേട്ടോ. എപ്പോഴും അവിടെ ഇവിടെയൊക്കെ നല്ല കാറ്റുണ്ടാവും. അത് അപ്പുറം ഒരു കളിസ്ഥലം, അടുക്കള ഭാഗത്തുനിന്ന് പറഞ്ഞ ആ വയലാണ് കേട്ടോ അവിടെ കാണുന്നത്. ഇവിടെ ഒരുപാട് പക്ഷികളുണ്ട് കേട്ടോ. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നമ്മൾ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ എന്താ പറയുക ഇങ്ങനെ ഒരു പക്ഷികളുടെയൊക്കെ കൂടണയുള്ള ഒരു ബഹളമാണ് ഇവിടെ. കൂടുതലുള്ളത് ഇവിടെ ചെമ്പോത്താണ് കേട്ടോ. ചെമ്പോത്ത് ഒരുപാടുണ്ട്. പിന്നെ പരുന്ത്, കാക്ക, വേറെ ഏതൊക്കെയോ പക്ഷികളുടെ കൂടുകളുണ്ട്. അപ്പോൾ ആ സന്ധ്യ നേരത്ത് നല്ല കാറ്റും ഇവരുടെയൊക്കെ ഒരു ബഹളവും നല്ല രസമാണ് ഇവിടെ വന്നിരുന്നാൽ. വൈകുന്നേരമൊക്കെ ഒരു ഫാനും വേണ്ട, എല്ലാ ഭാഗത്തുനിന്നും കാറ്റാണ്. എന്നാലും ആ നട്ടുച്ചയ്ക്കൊക്കെ നമ്മൾ എന്ത് വെയിലടിച്ചാലും നമുക്ക് വന്നിരിക്കാൻ കഴിയും ആ കാറ്റ് ഉള്ളതുകൊണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ ഒരു കാടിൻ്റെ ഫീലിംഗ് തോന്നുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ. അത് ഞാൻ പറഞ്ഞുതരാം. ഇത് പിന്നെ നമ്മുടെ അടുക്കള ഭാഗത്തിൻ്റെ ആ മുകൾ ഭാഗമാണ് കേട്ടോ. ഈ ഇരുമ്പൻ പുളി മരം കണ്ടില്ല, അതിൻ്റെ മുകൾ ഭാഗം നോക്കിക്കല്ലേ. നമ്മൾ എല്ലാം ചെടിയൊക്കെ വെട്ടി ബുഷാക്കി നിർത്തുന്ന മാതിരില്ലേ, പ്രകൃതി ബുഷാക്കി നിർത്തിയൊരു മരമാണല്ലേ അത്. നല്ല ഭംഗിയിൽ ആ ലീഫുകൾ നമ്മൾ വെട്ടി നിർത്തിയ പോലെയാണ് നിൽക്കുന്നത്. പിന്നെയെന്ന് വെച്ചാൽ എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ അപ്പുറത്തെ സൈഡിൽ ഒരു കാട് പോലെ ഒരു സ്ഥലം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തതാണ്. അപ്പുറത്തുള്ള ആ വീടിൻ്റെ സൈഡ് ഭാഗമാണ് കേട്ടത്. അവിടെ വലിയൊരു തൊടിയുണ്ട്. അവിടെ നിറയെ മരങ്ങളാണ്. നിറയെന്ന് വെച്ചാൽ നിറയെ വലിയ മരങ്ങളാണ് കേട്ടോ. എപ്പോഴും ഒരു ഇരുട്ട് മൂടിയ പോലെയാണ് ആ വഴിയും ആ തൊടിയിലേക്കൊക്കെ നോക്കുമ്പം. അതിൻ്റെയൊക്കെ ഒരു മുകൾ ഭാഗത്തെ ഒരു വ്യൂ ആണ് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കാണുമ്പം. എപ്പോഴും കാറ്റും പിന്നെ ആ ഒരു എന്താ പറയുക കാറ്റടിക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു തരം ശബ്ദമല്ലേ, അതൊക്കെയാണ് കേട്ടോ. നല്ലൊരു കൂളിംഗാണ് ഓരോ വീടിൻ്റെ ആ മുൻഭാഗത്തു നിന്നൊക്കെ പറയും. അത് കുറച്ച് ദൂരം ആ തൊടിയുണ്ട്. നല്ല ഇരുട്ട് മൂടി കിടക്കും. ഏത് നട്ടുച്ചയ്ക്കും ഇരുട്ട് മൂടിയൊരു ഫീലിംഗ് ആണ് കേട്ടോ. ഞാൻ ഇപ്പോൾ കുറേ കാലത്തിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇപ്പം മരങ്ങളൊക്കെ കൂടി നിൽക്കുന്നൊരു സ്ഥലം കാണുന്നത് ആദ്യമായിട്ടാണ്. ഇപ്പോൾ എവിടെയും അങ്ങനെ ഒരു സ്ഥലം കാണാനില്ലല്ലോ. അപ്പോൾ എനിക്കിത് കാണുമ്പോൾ നല്ലൊരു രസമാണ്. ഞാനിവിടെ വന്ന് നോക്കുമ്പോൾ ഒരു അത്ഭുതം മാതിരിയാണ് കേട്ടോ. ഇത്രയും വലിയ മരങ്ങൾ ഉയരത്തിൽ ഇങ്ങനെ എന്താ ഇടുങ്ങി കാട് പിടിച്ച പോലെ നിൽക്കുന്നത് കാണുമ്പോൾ. അപ്പോൾ ചുറ്റുപാട് നല്ല ഒരു എന്താ പറയുക ഒരു പ്രകൃതി തന്നെയാണ്. നമുക്ക് കാണുമ്പോൾ ഒരു രസം തന്നെയാണ്.
പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ചെടീൻ്റെ സെറ്റപ്പൊക്കെ നോക്കാം അല്ലേ. ചെടീൻ്റെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വീടിൻ്റെ അത്ര സ്ഥലമില്ല കേട്ടോ ഇവിടെ. അപ്പം ഞാനുള്ളതിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ആദ്യത്തെ സെറ്റപ്പ് ഞാൻ നിങ്ങളെ കാണിച്ചല്ലേ, 3-4 ഷീറ്റൊക്കെ വലിച്ച് കെട്ടി. പക്ഷേ ഇവിടെ ഷീറ്റൊന്നും വലിച്ച് കെട്ടാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ആനെന്ന് പറഞ്ഞാൽ മരങ്ങളൊക്കെ കുറച്ച് ദൂരേക്ക് ആയതുകൊണ്ട് അപ്പം തൽക്കാലം ഇപ്പം ഇങ്ങനെ ഇവിടെ വെച്ചിട്ടുണ്ട്. വെയിലും മഴയും പറ്റുന്ന പ്ലാന്റ്സാണ് ഇപ്പോൾ അധികം എൻ്റെ കയ്യിലുള്ളത്, പുതിയതൊന്നും കൊണ്ടുവരാത്തതുകൊണ്ട്. അതുകൊണ്ട് ഈ സൈഡൊക്കെ നല്ല വെയിലാണ്, അവരങ്ങനെ തന്നെ അവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ പ്ലാന്റ്സ് കൊണ്ടുവരികയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ സെറ്റപ്പ് ഞാൻ ചെയ്യേണ്ടി വരും. അല്ലാതെ എനിക്ക് ഇവിടെ തന്നെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം പ്ലാന്റ്സ് പണിയായിപ്പോവും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. കഴിയില്ലെങ്കിലും നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ കഴിഞ്ഞ് ചെയ്യും, എന്നാലല്ലേ പ്ലാന്റ്സ് വെക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടേക്ക് ഒരു ചെറുതായിട്ട് ഷീറ്റ് ഒന്ന് വലിച്ച് കെട്ടിയിട്ടുണ്ട്. എന്നിട്ട് അതന്ന് ഫ്രണ്ട്സൊക്കെ വന്നപ്പോൾ ചെയ്ത് തന്നാണ്. അവർ വേറെ മരങ്ങളൊന്നും കെട്ടാനില്ലാത്തതുകൊണ്ട് ഷീറ്റ് ഇങ്ങനെ കെട്ടിയിട്ട് താഴേക്ക് കല്ല് കെട്ടി തൂക്കി ഒരു ചെറിയൊരു ഇങ്ങനെ ചായ്പ് പോലെ വെച്ചിരിക്കുകയാണ്. അവിടെയാണ് ഇപ്പോൾ ഞാൻ അഗ്ലോണിമയും കലാത്തിയും വെച്ചത് കേട്ടോ. അത് അഗ്ലോണിമ ഇപ്പം നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നുണ്ട് കേട്ടോ. അവിടെ ഒരു തണലാണ്, അതുകൊണ്ട് അത്യാവശ്യം ഇൻഡയറക്റ്റ് സൺലൈറ്റും കിട്ടും, അധികം ലൈറ്റും ഇല്ലാത്തതുകൊണ്ടാവും അഗ്ലോണിമ നന്നായിട്ട് വളരുന്നുണ്ട്. അതുപോലെ കലാത്തിയ അവിടുന്ന് എനിക്ക് എവിടെ വെച്ചാലും വെയിലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഈ കലാത്തിയ വാങ്ങിക്കില്ല എന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇവിടെ വന്നപ്പം ആ ഒരു ഷെയ്ഡ് ആയതുകൊണ്ട് കലാത്തിയ നല്ല നല്ല ഭംഗിയായിട്ട് വളരുന്നുണ്ട് കേട്ടോ. കുഴപ്പമൊന്നുമില്ലാതെ വളരുന്നുണ്ട്. അതിൻ്റെ ലീഫിനൊന്നും ഒരു കുഴപ്പമില്ല. ആ ലീഫിൻ്റെ ഡാമേജൊക്കെ പോയി. ആദ്യം ലീഫൊക്കെ അങ്ങനെ കരിഞ്ഞുകൊണ്ടായിരുന്നു, ഇപ്പോൾ അതൊക്കെ ഉഷാറായിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഇനിയിപ്പം എൻ്റെ നഴ്സറിയിൽ ഇപ്പം പ്ലാന്റ്സൊക്കെ കുറവാണ്. പിന്നെ എൻ്റെ അടുത്ത് നിന്ന് പ്ലാന്റ്സ് വാങ്ങി 2-3 പ്രാവശ്യമൊക്കെ വാങ്ങിച്ചവരുണ്ട്. അവരൊക്കെ കുറേ ഫ്ലവറിങ് പ്ലാന്റ്സ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. വന്നാൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറേ പ്ലാന്റ്സ് കൊണ്ടുവരണം. അങ്ങനെ എൻ്റെ എൻ്റെ നഴ്സറിയൊക്കെ ഒന്ന് കളർഫുള്ളാക്കണം, പിന്നെ നല്ല വീഡിയോസൊക്കെ ചെയ്ത് ചാനലൊന്ന് ഉഷാറാക്കണം എന്നൊക്കെയാണ് ആഗ്രഹം. നമ്മുടെ ചാനൽ ഉഷാറാവണമെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിക്കണം. നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ആവശ്യമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻസ് ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുണ്ടെങ്കിൽ തന്നെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വന്നേക്കാം. അതുവരേക്കും ബായ്.